മഹാരാഷ്ട്രയിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ പ്രതിസന്ധിയിൽ ആഭ്യന്തര വകുപ്പ് കിട്ടാതെ വിട്ടുവീഴ്ചയില്ല എന്ന് ഏക്നാഥ് ഷിൻഡെ കടുംപിടുത്തം തുടരുകയാണ്. അത് അംഗീകരിക്കില്ല എന്ന് BJP വ്യക്തമാക്കിയതോടെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, മുഖ്യമന്ത്രി പദം ഒരു കീറാമുട്ടിയായിരുന്നു, ഒടുവിൽ അത് പരിഹരിക്കപ്പെട്ടു. ആഭ്യന്തരമന്ത്രി പദം മുഖ്യമന്ത്രി പദത്തെക്കാൾ വലിയ കീറാമുട്ടിയായി നിൽക്കുകയാണോ അവിടെ സർക്കാരിന്റെ മുന്നിൽ? ശ്രീനാഥ്, ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ആഷ്മി, മറ്റ് പല പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇപ്പോൾ നഗരവികസനമടക്കം അതുകൊണ്ട് മെച്ചമുണ്ട് എന്ന് പാർട്ടികൾക്ക് തോന്നുന്ന പല വകുപ്പുകളെയും ചൊല്ലി വലിയ തർക്കം ഇവിടെ നടക്കുന്നുണ്ട്. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി പദം വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അറിയിച്ചതാണ്. അതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ വിളിച്ച് സാഹചര്യം വിശദമാക്കിയതുമാണ്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ തനിക്ക് കിട്ടണം എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇരുന്നപ്പോൾ അദ്ദേഹത്തിനായിരുന്നു ആഭ്യന്തര വകുപ്പുള്ളത്. അതേപോലെ തനിക്കും കിട്ടണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. മറ്റ് ചില ആവശ്യങ്ങൾ കൂടിയുണ്ട്. നിയമസഭ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അധ്യക്ഷ സ്ഥാനം വേണം എന്നതടക്കമുണ്ട്. ഏതായാലും ദില്ലി ചർച്ചയ്ക്ക് ശേഷം മറ്റൊരു ചർച്ചയ്ക്കും ഏക്നാഥ് ഷിൻഡെ തയ്യാറായിട്ടില്ല. ഇന്നലെ മഹായുതിയുടെ ഒരു യോഗം വിളിച്ചതാണ്, പക്ഷേ അതിന് പങ്കെടുക്കാതെ അദ്ദേഹം സ്വദേശമായ സത്താറയിലേക്ക് പോവുകയും ചെയ്തു. ഇനി ചർച്ചകളിലേക്ക് ഷിൻഡെയെ മടക്കിക്കൊണ്ടുവരേണ്ടത് കൂടി BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. നേരത്തെ 5-ാം തീയതിയെങ്കിലും സത്യപ്രതിജ്ഞ നടത്താം എന്നതാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അതെങ്ങനെ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതേസമയം കംഫർട്ടബിൾ മെജോറിറ്റി അധികാരത്തിലേക്ക് എത്തിയെങ്കിലും അത് സർക്കാർ രൂപീകരണം ആ പ്രതിസന്ധിയിലാണ്. അധികാരം വടം വലിയാണ് കാരണം. തിരികെ നമ്മുടെ വിളയ്ക്ക് ശേഷം